ബാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ മോസ്റ്റ് വണ്ടർഫുൾ ടൈം ഓഫ് ദ ഇയർ എന്ന് പാടാറുണ്ട്. എല്ലാവരെയും മോദിപ്പിക്കുന്ന ഒരു സീസണാണ് ക്രിസ്മസ് സീസൺ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് സീസൺ ലഭിച്ചിരിക്കുക. നമുക്കറിഞ്ഞുകൂടാ, കഴിഞ്ഞ 2 ക്രിസ്മസ്, 2020 ക്രിസ്മസ് ഒക്കെ കൊറോണ മഹാമാരിയിലാണ് കടന്നുപോയത്. 2019 ക്രിസ്മസ് സീസണിലാണ് ഈ ബാധ ലോകത്തെ ആക്രമിച്ചു. 2021 ക്രിസ്മസ് സീസണിലേക്ക് നമ്മൾ വന്നിരിക്കുക. നമ്മൾ നമ്മുടെ ചിന്തകൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ, ഉണരുക ബെയ്ത്ലഹേമേ, ഏദൻ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചത് ദൂതന്മാരോ ആട്ടിടയന്മാരോട് നൽകുന്ന സന്ദേശമാണ്. അതിന്റെ ആമുഖ പ്രസ്താവന ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അതിന്റെ കാരണം, ഭയപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ക്രിസ്മസിന്റെ ആ ഒരു മെസ്സേജ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ തുടങ്ങും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്ങളുണ്ട്, സ്വാഭാവികമാണ്, ഉത്കണ്ഠകൾ. അപ്പൊ ഭയങ്ങളും ഉത്കണ്ഠകളും മനുഷ്യരെ ബന്ധിക്കുന്ന 2 കയറുകളാണ്. ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുക, അതാണ് രക്ഷ എന്നവിടെ വിവക്ഷിക്കുന്നു. ഈ ഭയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഭയം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇരുട്ടാണ്. ഇരുട്ട് ഭയത്തെ കൊണ്ടുവരും, ഇല്ലേ? ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു ചെറിയ ഭയം വരും. പല ഭയങ്ങളും. കള്ളന്മാർ ആക്രമിക്കുമോ, വല്ല ഇഴജാതികളും കടിക്കുമോ, തെന്നി വല്ല കുഴിയിൽ വീഴുമോ, പിന്നെ പിശാച്, ഭൂതബാധ, പല പല പേടികൾ. ഇരുട്ടത്ത് അവ്യക്തത ഉണ്ടാകും. നിഴലുകൾ, തെറ്റിദ്ധാരണകൾ. അല്ല, ഒരു വാഴക്കൈയൊക്കെ അനങ്ങുന്ന കണ്ടു കഴിയുമ്പോൾ അവിടെ എന്തോ പിശാച് നിൽക്കുന്നതെന്നൊക്കെ തോന്നും. നേരം വെളുത്തു കഴിയുമ്പോൾ മനസ്സിലാവും അതൊരു വാഴക്കൈ ആയിരുന്നു. ഇപ്പൊ നിഴലുകളെ നോക്കി ഭയപ്പെടുന്നവർ. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ നിഴലുകളാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് നിഴലാണ്. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്ത് വായിച്ച് പല ആളുകളും സ്വയം പേടിക്കാറും മറ്റുള്ളവരെ പേടിപ്പിക്കാറും.
അപ്പൊ അതിനെല്ലാം ഒരു സമാപ്തി വരുത്തിക്കൊണ്ട് ദൂതന്മാര് പറയാണ്, ഭയപ്പെടേണ്ട. പഴയ നിയമത്തിൽ നിഴലാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അവര് ഇങ്ങനെ പഴയ നിഴലുകളൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അത് വെളിച്ചം വന്ന് ഒരാളെ ഭയപ്പെടുത്താൻ കഴിയില്ല. വെളിച്ചം വന്നിരിക്കുന്നു. ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. എന്താ അർത്ഥം? ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല, കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഗ്ലോറിയസ് ഗോസ്പൽ ലൈറ്റ് ആണ്, ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. പെന്തക്കോസ്ത് പോപ്പുലർ ഗോസ്പൽ ഇരുട്ടിന്റെ സുവിശേഷമാണ്, ഗോസ്പൽ ഓഫ് ഡാർക്ക്നെസ്. അവിടെ ശിക്ഷാവിധിയുണ്ട്, അവിടെ വാവിളർന്നിരിക്കുന്ന നരകമുണ്ട്, അവിടെ പിശാചുണ്ട്, അവിടെ ഇങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. കാരണം അത് ഇരുട്ടത്താണ് വിവക്ഷിക്കപ്പെടും. ഇരുട്ടിന്റെ വ്യാപാരമാണ് അവിടെ നടക്കുന്നത്, അന്ധകാരത്തിന്റെ വ്യാപാരമാണ്. ഇവിടെ പ്രകാശത്തിന്റെ വിനിമയമാണ്. അപ്പൊ പ്രകാശത്തിലാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ലൈറ്റ് ഹാസ് കം, ഡാർക്ക്നെസ് കുഡ് നോട്ട് ഓവർകം ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഫെയിൽഡ്. അത് മാറിപ്പോകേണ്ടി വന്നു, മാറിപ്പോകേണ്ടി വരുന്നു, ഇതാ മാറിപ്പോകുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഇരുട്ട് മാറിപ്പോവാണ്. അതിന്റെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് എനർജി ആയിട്ടുള്ളത്, അല്ല മറ്റു തരത്തിലുള്ള നേട്ടങ്ങളല്ല. ഇത് ഞങ്ങളെ സഹായിച്ചു സത്യദൈവത്തെ കണ്ടെത്തുവാൻ. ഇത് ഞങ്ങളെ സഹായിച്ചു സത്യസുവിശേഷം മനസ്സിലാക്കുവാൻ. സോ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഡാർക്ക്നെസ്സിലാണ്, ഇരുട്ടിലാണ്. നിഴലുകൾ, ഒരു നിഴല് കാണുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യം മനസ്സിലാവില്ല. കൈ ഇങ്ങനെ നീട്ടി കെട്ടിപ്പിടിക്കാനാ വരുന്നെങ്കിൽ ചിലപ്പോൾ കഴുത്താൻ ഞെരിക്കാൻ വരുവാന്ന് തോന്നും, അല്ലേ? വിളക്കിന് മുന്നിലൂടെ ഒരു പുൽച്ചാടി പോയാൽ അതിന്റെ നിഴല് ചിലപ്പം എന്തോ വലിയൊരു ഭീകര ജീവി വരുന്നതിലൊക്കെ തോന്നും. നിഴലുകൾ നിങ്ങൾ കേട്ടിട്ടില്ല, നിഴലെ പൊരുള് എന്നൊക്കെ. ഓൾഡ് ടെസ്റ്റ്മെന്റ് നിഴലുകളാണ്. യെസ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ നിഴലുകളാണ്, ഷാഡോസ്. Shadows of Christ. You can see many shadows of Christ in the law of Moses, in the Old Testament scriptures. അതാണ് യേശു കർത്താവ് ഭയചകിതരായി എമ്മൗസിലേക്ക് പോകുന്ന 2 പേര്. ജെറുസലേമിൽ നിന്ന് എമൗസിലേക്ക് പോകും. എമൗസ് ഒരു നിയർ ബൈ ടൗൺ ആണ്, 11 കിലോമീറ്റർ ദൂരമാണ് ജെറുസലേമിൽ നിന്ന്. അവര് നടന്ന് ജെറുസലേമിൽ നിന്ന് പോവുകയാണ്. എന്തിനാണ് അവർ ജെറുസലേമിൽ നിന്ന് പോകുന്നത്? അവർ യേശുവിന്റെ 2 ശിഷ്യന്മാരാണ്. യേശു ക്രൂശിക്കപ്പെട്ടു. 3-ാം ദിവസം യേശു ഉയർത്തുന്ന ന്യൂസ് വന്നു. ശിഷ്യന്മാരുടെ ചെറിയ സംഘത്തിൽ അത് പരന്നു. യഹൂദന്മാർ യേശുവിന്റെ ശിഷ്യന്മാരെ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. യേശുവിന്റെ കൂടെ ഉള്ളവരായിരുന്നു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ പിടിക്കപ്പെടാം, അടിക്കപ്പെടാം, ഒരുപക്ഷെ കൊല്ലപ്പെടാം, വലിയ സാധ്യത. അപ്പൊ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ 2 വ്യക്തികൾ എമൗസിലേക്ക് പോകുന്നത്. ജെറുസലേം ഡേഞ്ചറസ് സോണാണ്. അപ്പൊ ആ ഡേഞ്ചറസ് സോണിൽ നിന്ന് സേഫ് സോണിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ ഓൺ ദ വേ യേശു അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്, അവരുടെ കൂടെ കൂടി. അവർക്ക് മനസ്സിലാവുന്നില്ല യേശുവിന്. അപ്പൊ യേശു മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ്? അതെല്ലാം ഷാഡോസ് ആണ്. ഷാഡോസ് ഷാഡോസ് ഷാഡോസ്. നിങ്ങളിൽ എത്ര പേർക്ക് ഷാഡോ കണ്ടാൽ മനസ്സിലാവും? ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്,
പുറകിൽ നിന്നൊരു ലൈറ്റ് ഉണ്ട്, ഞാൻ നടന്നു വരികയാണ്, നിങ്ങൾ എൻ്റെ ഷാഡോ കാണും. ഈ ഷാഡോ കണ്ടുകൊണ്ട് അത് ഇന്നയാളാണ് ആ വരുന്നത്. ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് പറയാൻ പറ്റൂല്ലേ? ഇത്ര ഫെമിലിയാരിറ്റി ഉള്ളവർക്ക് പറയാൻ പറ്റും. ഒരാളുടെ ഷാഡോ കണ്ടാൽ ആ വരുന്നത് ഇന്നയാളാണ് എന്ന് പറയണമെങ്കിൽ അത്ര ഫെമിലിയർ ആയിരിക്കണം, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പൊ തന്റെ ഷാഡോസ്, നോട്ട് പോർട്രേറ്റ്സ്. ഇപ്പൊ ഷാഡോസ് ആണ് അവിടെ ഉള്ളത്, നിഴലുകൾ. നിങ്ങൾക്ക് മനസ്സിലായി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉള്ളത് എന്താണ്? ആ നിഴലുകളാണ്. അപ്പൊ ആ ഷാഡോസ് വിവരിച്ചു കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ നിഴലുകളെ കുറിച്ചുള്ള വിവരണം കേട്ട് കഴിഞ്ഞപ്പോ സന്ധ്യയായി, സൂര്യൻ അസ്തമിക്കുകയാണ്. പിന്നീട് സഞ്ചരിക്കുന്ന സേഫ് അല്ല, കാരണം വല്ല പാമ്പൊക്കെ വഴിയിൽ ഇറങ്ങും, പിന്നെ പിടിച്ചുപറിക്കാരും ഒക്കെ ഇറങ്ങും, സന്ധ്യയായി. അപ്പൊ ഒരു ഒരു ലോഡ്ജിലേക്ക് കയറിയത്. ലോഡ്ജിൽ കയറി ഇരിക്കുമ്പോ ഈ കൂടെ നടക്കുന്ന ആള് യേശുവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോ അവർ പറഞ്ഞു, എന്തിന് സന്ധ്യ ആയി, നേരെ സന്ധ്യ ആയല്ലോ, ഞങ്ങളുടെ കൂടെ പാർക്കുക. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ഫേമസ് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അബൈഡ് വിത്ത് അസ്. ഇതാ നേരം സന്ധ്യയാകും, അബൈഡ് വിത്ത് മീ. അത് യേശുക്രിസ്തുവിന്റെ ഒരു ആഹ്വാനം, എന്നിൽ വസിക്കുകയും. ഇപ്പൊ അവര് പറയാണ്, കർത്താവ് ഞങ്ങളുടെ, കർത്താവ് മനസ്സിലാവുന്നു, ഞങ്ങളുടെ വസി. അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി വിഭജിച്ച് അവർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിക്കും. ക്ഷണത്തിൽ അവരുടെ കണ്ണു തുറന്നു. അവര് ആ ക്ഷണത്തിൽ തന്നെ, അതായത് ഇനി നേരം സന്ധ്യയായി, ഇനി യാത്ര ചെയ്യുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞവര്, വിശുദ്ധ ലൂക്കാസ് വിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം വിവരിച്ചിരിക്കുന്നതാണ്. അവരാ രാത്രിയിൽ തന്നെ തിരിച്ചു ജെറുസലേമിലേക്ക് പോയി. ഏതൊരു പട്ടണമാണോ തങ്ങൾക്ക് ആപത്തുണ്ടാക്കാൻ സാധ്യതയുള്ളത്, തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, തങ്ങളുടെ റിസ്ക് ആയിട്ടുള്ള ആ റിസ്കി സോണിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. കാരണം ഇനി മുതൽ അവർക്ക് ഷാഡോസ് അല്ല, നോ മോർ ഷാഡോസ്. ഷാഡോസ് അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഷാഡോസ് എല്ലാം മാറി, എല്ലാം എക്സ്പ്ലെയിൻഡ്. ഇപ്പൊ നിങ്ങളെ ഈ ഷാഡോസ് നോക്കുന്നവർക്ക് പേടി വരും. നിഴലുകളാണ്, പൊരുളും നിഴലുമാണ്. പൊരുള് മനസ്സിലായി കഴിയുമ്പോൾ, ഈ പഴയ ഒരു സിനിമ ഉണ്ട്, മനുവങ്കിൾ എന്ന് പറഞ്ഞ്, മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിക്കും. മോഹൻലാൽ അതിനകത്ത് മോഹൻലാലായിട്ട് തന്നെയൊക്കെ വരുന്ന ഒരു സിനിമ, ഗസ്റ്റ് റോൾ വരും. അതിനകത്ത് ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്തോ ഒരു കുഴൽക്കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കുമ്പം അന്യഗ്രഹ ജീവിയെ കണ്ടു എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കും. ലെൻസിൽ കൂടെ നോക്കുക. അപ്പൊ എല്ലാവരും ഈ അന്യഗ്രഹ ജീവിയെ കാണാൻ വന്ന, അതാണ്ട് പുൽച്ചാടിയാണ് അവിടെ ഇരുന്നത്. അത് ഈ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ കൂടെ നോക്കുക, പുള്ളി ഓർത്ത് എന്തോ അന്യഗ്രഹ ജീവി ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ ഒരു തമാശ, അങ്ങനെ ഒരു തമാശ ഉള്ള ഒരു സിനിമയുണ്ട്. ഇതുപോലെയാണ് പലരും ബൈബിൾ വായിക്കുന്നത്, ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഷാഡോസ് നമ്മളെ പേടിപ്പിക്കുന്നുള്ള ഞാൻ പറഞ്ഞു, ഷാഡോസ്. അപ്പൊ നിഴലുകളെ നോക്കുകയാണ്. പെന്തക്കോസ്തുകാരുടെ സുവിശേഷമൊക്കെ അത്തരത്തിലുള്ള സുവിശേഷമാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ആമുഖമായിട്ട് ദൂതന്മാർ പറയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അടുത്ത എന്താണെന്നറിയാമോ? സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. ആർക്കാണ് ഈ ക്രിസ്മസിന്റെ മെസ്സേജ്? ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. നമ്മൾ അങ്ങനെ വേണം ഇതിനെ പറയാൻ. ഓരോ ഗ്ലോറിയസ് ഫോളോവറും പറയേണ്ടത് ജസ്റ്റ് ക്രിസ്മസ് എന്നല്ല പറയേണ്ടത്. യെസ്, ഇറ്റ് ഈസ് ക്രിസ്മസ്. പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പൊ ചേനേരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചേനേരിശ്ശേരി? അപ്പൊ അതെന്താണ്? ഇപ്പൊ ഒരു സായിപ്പ് വന്നു നമ്മൾ പറയുന്നത് ചേനേരിശ്ശേരിയാണ്. അപ്പൊ സായിപ്പ് ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ സായിപ്പിനോട് പറയണം ഇത് ഒരു റൂട്ടാണ്, അതും പിന്നെ ലെന്റിൽസും എല്ലാം മിക്സ് ചെയ്ത് ഒരു കറിയാണ്, വിവരിച്ചു കൊടുക്കുക. വാട്ട് ഈസ് ക്രിസ്മസ്? ഒരു ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ലോഗോസ് അവതരിച്ചു. The logic of God. Logos. ടോട്ടൽ മെസ്സപ്പായിട്ടിരിക്കുന്ന ഈ യൂണിവേഴ്സിലേക്ക്, ഈ കയോസിലേക്ക് ദൈവത്തിന്റെ ലോഗോസ് ഇൻകാർണേറ്റ് ചെയ്തു. ദൈവം മനുഷ്യവർഗത്തിൽ ഒരു മനുഷ്യനായി പിറന്നു. He shared our weaknesses. He shared our fears. നമ്മുടെ ഭയങ്ങളെ പങ്കുവെക്കുവാൻ, നമ്മുടെ ബലഹീനതകളെ പങ്കുവെക്കുവാൻ, നമ്മുടെ ആകുലതകളെ പങ്കുവെക്കുവാൻ, നമ്മുടെ ഇരുട്ടിലേക്ക് അവിടുന്ന് താഴ്ന്നിറങ്ങി വന്നു. എന്തിനാ ഇറങ്ങി വന്നേ? മാർക്കിടാനല്ല, വിധിക്കാനല്ല. അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യപുത്രൻ ലോകത്തെ വിധിക്കാനല്ല വന്നത്. ഒത്തിരി ആളുകൾ ചിന്തിച്ചത് ദൈവം വന്നാൽ നമ്മളെ വിധിക്കും, മാർക്കിടും, പരീക്ഷ. നോ നോ നോ. അവൻ നമ്മെ അറിയുന്നു, നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നമ്മുടെ ബലഹീനത അവൻ അറിയുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത ലോകത്തിലെ മറ്റു മതങ്ങളിലെ പുരോഹിതന്മാരെ പോലെയല്ല ഇവൻ വന്നിരിക്കുന്ന. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ബലഹീനതകളെ അറിയുന്ന, നമ്മുടെ കുറവുകളെ അറിയുന്ന, നമ്മുടെ ഭയങ്ങളെ അറിയുന്ന, ഉത്കണ്ഠകളെ അറിയുന്ന ഈ ദൈവം നമ്മുടെ ഉത്കണ്ഠകളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ ആകുലതകളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ ഭയങ്ങളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ കുറവുകളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ പിന്മാറ്റങ്ങളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ പാപങ്ങളിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നു. ഒറ്റ വാക്കി പറഞ്ഞ അതാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട വാക്ക് അതാണ്. താഴ്ച, ഹ്യൂമിലിറ്റി അല്ലേ? അവന്റെ താഴ്ച, നമ്മുടെ താഴ്ചയെ അവൻ ഓർക്കുകയാണ്. നമ്മളെ പ്രതി അവനുണ്ടായ താഴ്ചയെ നമ്മൾ വാഴ്ത്തുകയാണ്. നമ്മുടെ ഇരുട്ടിലേക്ക് അതിനെ ഷെയർ ചെയ്യുവാൻ. എന്തിനാണ്? നമ്മുടെ ഇരുട്ടിനെ ബ്ലെയിം ചെയ്യാനല്ല, നമ്മെ കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ ഇരുട്ടിനെ പറ്റി പഴി പറയാനല്ല, പിറുപിറുക്കാനല്ല വന്നത്. നമ്മുടെ ഇരുട്ടിനെ ഷെയർ ചെയ്യുവാൻ. ഒരിരുളിനും പിടിച്ചടക്കാൻ കഴിയാത്ത വെളിച്ചം അത് സംഭവിച്ചു ബെത്ലഹേമിലാണ്. ദ ഷാഡോസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് മീഖാ പ്രവാചകൻ പറഞ്ഞത്, ഓ നീയോ ബെത്ലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതാണ്. ബെത്ലഹേം അപ്പത്തിന്റെ ഭവനം, ബ്ലസ്സഡ് സിറ്റി. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അധിനാഥൻ, ഈ പ്രപഞ്ചത്തെ വഹിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തവൻ, ഈ പ്രപഞ്ചത്തെ ശക്തിയുള്ള തന്റെ വചനത്താൽ ഇപ്പോഴും താങ്ങി നിർത്തുന്നവൻ, ഈ പ്രപഞ്ചത്തിന്റെ അധിനാഥൻ ഒരു മനുഷ്യനാകാൻ തീരുമാനിക്കുന്നു. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. അത്രയും വലിയൊരു ഉദാഹരണം വേണമെന്ന്. ഒരു നല്ലൊരു മുതലാളി ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെ കേരളത്തിലേക്ക് വരുന്നു. അവിടെ ഒരു വ്യവസായം തുടങ്ങാൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ. എവിടെയാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത് ഈ സ്ഥലം? ഇപ്പൊ വോൾവോ കമ്പനിയുടെ ഫാക്ടറി, അപ്പൊ അതെവിടെ? തമിഴ്നാട്ടിൽ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം. വലിയ വാർത്ത വരികയാണ്. ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും അധിപനായവൻ മനുഷ്യനാകാൻ തീരുമാനിക്കുന്നു. അതെവിടെയായിരിക്കും? ആരിലായിരിക്കും ജനിക്കുന്നത്? ഏത് പട്ടണത്തിലായിരിക്കും ജനിക്കുന്നത്? ബെത്ലഹേം. മഹാപ്രപഞ്ചത്തിന്റെ അധിപൻ മനുഷ്യനാകാൻ തീരുമാനിച്ചപ്പോ
അവൻ തിരഞ്ഞെടുത്ത പട്ടണം ബെയ്ത്ലഹേം എന്ന ആ ചെറിയ പട്ടണത്തിൽ ഏറ്റവും താഴ്മയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. മനുഷ്യന്റെ ഇരുളിനെ ഷെയർ ചെയ്യുവാൻ, മനുഷ്യന്റെ ബലഹീനതകളെ ഷെയർ ചെയ്യുവാൻ, മനുഷ്യന്റെ ദുഃഖങ്ങളെ ഷെയർ ചെയ്യുവാൻ, മനുഷ്യന്റെ കഷ്ടതകളെ ഷെയർ ചെയ്യുവാൻ അവൻ ഇൻകാർണേറ്റ് ചെയ്തു. എൻകാർണിയോ, മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിലേക്ക് അവൻ വെളിപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ നായകൻ, നടത്തിപ്പുകാരൻ, അവൻ എന്തായി തീർന്നു? ചുരുങ്ങി ഒരു കേവലം മനുഷ്യബാലികയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങി മനുഷ്യനായി തീർന്നു. സെലിബ്രേഷൻ ഓഫ് ഇൻകാർണേഷൻ, ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ, ദാറ്റ് ഇസ് ക്രിസ്മസ്. ഈ ഇൻകാർണേഷനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ഈ ഇൻകാർണേഷനിലാണ് മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെട്ടത്. കാരണം പ്രപഞ്ചത്തിന്റെ നായകനായവൻ മനുഷ്യന്റെ ബന്ധുവായി തീർന്നു. മനുഷ്യകുലത്തിന്റെ ബന്ധുത്വത്തിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. മനസ്സിലായോ? ഇതിന്റെ മഹത്വം എന്താണ്? അവൻ നമ്മുടെ ബന്ധുവായി തീർന്നു. അവൻ നമ്മുടെ സ്വന്തമായി തീർന്നു. ഈ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ പുത്രി മറിയമിന്റെ മകനായി മശിഹ ജനിച്ചപ്പോ നമുക്കെങ്ങനെയാ ബന്ധുത്വം ഉണ്ടാകുന്നത്? അവര് വേറൊരു ഗോത്രക്കാര്, വേറൊരു വിഭാഗക്കാര്. പൗലോസപ്പോസ്തലൻ ഉത്തരം പറയുകയാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് അവിടുന്ന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. നമ്മുടെ ബന്ധുത്വം മത്തായി ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാമിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അന്ത്യോക്യ സഭയുടെ അംഗമായിരുന്ന വിശുദ്ധ ലൂക്കോസ് സ്ലീഹ അല്ല, വിശുദ്ധ ലൂക്കോസ്, അദ്ദേഹം സുവിശേഷം എഴുതുമ്പോൾ വംശാവലി ആദമിനെ മെൻഷൻ ചെയ്യുക. കാരണം ഇത് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അതുകൊണ്ടാണ് കാണുന്നത്. ആദാം മക്കൾക്ക് ഉദ്ധാനം നൽകുക, ആദാമിന്റെ മക്കൾ ആദാം 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 എന്ന് കൊടുത്തു. കാരണം മനുഷ്യവർഗത്തിന്റെ ബന്ധുത്വത്തിലേക്ക് മത്തായി ശ്ലീഹായുടെ സുവിശേഷം യഹൂദന്മാരെ അഡ്രസ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് അബ്രഹാം വരെയുള്ളത് മതി. പക്ഷെ സകല ജനങ്ങൾക്കും ഉണ്ടാകാനുള്ള ഒരു സന്തോഷമാണിത്. അപ്പൊ അതുകൊണ്ട് ആദാമിലേക്ക് എഴുതി ചേർത്തിരിക്കുകയാണ്. ആദാമിലേക്ക് എന്തിനാണ് എഴുതി ചേർക്കുന്നത്? അവൻ നിങ്ങളുടെ ബന്ധുവായി തീർന്നു. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ബന്ധുത്വത്തിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നതാണ് ഇൻകാർണേഷൻ. അവൻ നമ്മുടെ മനുഷ്യത്വത്തെ ഷെയർ ചെയ്യുകയാണ്. അവൻ നമ്മുടെ മനുഷ്യത്വത്തെ ഷെയർ ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? തിരിച്ച് അവന്റെ ദൈവത്വം നമ്മോട് ഷെയർ ചെയ്യും. ഗ്രേസ്ഫുള്ളി അവൻ ഇറങ്ങി വന്നത് അതിനാണ്. എന്തിനാ ഇറങ്ങി വന്നേ? നമ്മളെ വിധിക്കാനല്ല. വളരെ വ്യക്തമായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയാണ്, ലോകത്തെ വിധിക്കാൻ വേണ്ടി അല്ല ഇറങ്ങിയത്. ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണ, ലോകത്തെ വിധിക്കാനാണ് വന്നത്. അല്ല, ലോകത്തെ വിധിക്കാനല്ല. ലോകം അവനാൽ രക്ഷിക്കപ്പെടാൻ. എങ്ങനെ? ആ ദൈവത്വത്തെ നമുക്ക് ഷെയർ ചെയ്തു തരാൻ. നമ്മുടെ മനുഷ്യത്വത്തെ അവൻ ഷെയർ ചെയ്യുകയാണ്. മനസ്സിലായി? നമ്മൾ ഈ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പൊതിച്ചോറുമായിട്ട് പോകുമ്പോൾ നല്ല ബീഫ് ഒലത്തുമായിട്ട് വന്നിരിക്കുന്ന ഒരുത്തനെ നിന്റെ തേങ്ങാ ചമ്മന്തി ഇച്ചിരി മേടിക്കാൻ, രാഗപ്പാടത്തിന് ഒരു ചെറിയൊരു ഉരുള തേങ്ങാ ചമ്മന്തി ആയിട്ടാ നീ ഇരിക്കുന്നു. അത് മേടിക്കാൻ ചമ്മന്തി, എന്തിനാ ചമ്മന്തി മേടിക്കുന്നത്? അവന്റെ ആ ബീഫ് ഒലത്തുമൊക്കെ ഇങ്ങനെ നിനക്ക് തരാൻ വേണ്ടിയാണ്.
പക്ഷെ ഈ നമ്മുടെ മനുഷ്യത്വത്തെ, ഇപ്പൊ ഞാൻ ബീഫിന്റെ കാര്യം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ പറയും, ഈ മനുഷ്യത്വത്തെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ എന്തിനാണ് ഷെയർ ചെയ്തെന്ന് അറിയാമോ? ചുമ്മാ മനുഷ്യനായി രസിക്കാനല്ല, അവന്റെ ദൈവത്വത്തെ നമുക്ക് ഷെയർ ചെയ്യുവാൻ. നൗ വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അവന്റെ ആ സ്വഭാവത്തിൽ ഡിവൈൻ നേച്ചർ, ഹ്യൂമൻ നേച്ചറിനെ അവൻ ഷെയർ ചെയ്യാണ്. നമ്മുടെ കുറവുകളെ അവൻ പങ്കുപറ്റുമ്പോൾ അവന്റെ നിറവിലെ നമ്മളെ പങ്കുകാരാക്കുകയാണ്. അപ്പൊ നമ്മുടേത് കുറവും അവൻ്റെത് നിറവുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അവന്റെ നിറവിൽ നിന്ന്, ഞാനല്ല പറയുന്നത്, നമ്മുടെ പ്രിയങ്കരനായ സ്ലീഹ പൗലോസ് സ്ലീഹയാ പറയുന്നത്, അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിക്കുകയാണ്. സോ ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? In his incarnation. This is the festival of incarnation. അതുകൊണ്ടാണ് നമ്മൾ ഇൻകാർണേഷന്റെ ഫെസ്റ്റിവലിനെ ആഘോഷിക്കുന്നത്. ഫ്രം ഹിസ് ഫുൾനെസ്, അവന്റെ നിറവിൽ നിന്ന്. നിങ്ങൾ ആ ഗ്രേസ്ഫുൾ ഈവന്റ് ഒന്ന് ചിന്തിച്ചേ. എത്ര ചിന്തിച്ചാലും വിസ്മയം അവസാനിക്കത്തില്ല. ദൈവം തമ്പുരാൻ എന്തായിത്തീരുകയാണ്? ഒരു മനുഷ്യനായിത്തീരും. നമ്മളിപ്പോ എന്തായി തീർന്നു? ദൈവത്തിന്റെ ബന്ധുക്കാരായി തീർന്നു. ബന്ധുക്കാരാണോ? സ്വന്തക്കാരായി തീർന്നു, സ്വന്തമായി തീർന്നു. അവൻ ആരായി തീർന്നു? നമ്മുടെ സഹോദരനായി തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരിൽ ഒരാളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. നമുക്ക് തുല്യമായി പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. ഹീസ് വൺ അമംഗ് us. Now ദൈവവും മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഡ്യുവാലിറ്റി, അങ്ങനെ ഒരു വേർപാട്, അതിൻ്റെ ഒരു നടുച്ചുവര്. ഓ ദൈവമേ, അത് ഇടിച്ചു കളഞ്ഞെന്ന്. ഇനി അങ്ങനെ ഒരു വ്യത്യാസമില്ല. Because of incarnation. ദൈവവും മനുഷ്യനും സംയോജിച്ചു, ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചു, ദൈവത്വവും മനുഷ്യത്വവും മീറ്റ് ചെയ്തു. It's all happened in incarnation. ഇത് സംഭവിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിൽ. അതുകൊണ്ടാണ് സഭ ഏറ്റവും അധികം കന്യകാമറിയത്തെ പുകഴ്ത്തുന്നത്. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. നമ്മൾ ദിസ് ഈസ് ഗോസ്പൽ. ഈ ഇൻകാർണേഷൻ, ദിസ് ഗ്ലോറിയസ് ഇൻകാർണേഷൻ. ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. ഈ ഇൻകാർണേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. അവന്റെ ദൈവത്വം നമ്മോട് പങ്കുവെക്കുവാൻ നമ്മുടെ മനുഷ്യത്വത്തെ അവൻ പങ്കുവെച്ചു. നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കുകാരനായി തീർന്നു. അവനോട് തുല്യ നാമാകാൻ നമ്മെപ്പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി. ഇല്ലേ? അലക്സാണ്ട്രിയയിലെ അത്താനാസിയസ് ബാവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്തനേഷ്യസ് നിക്കിയ സുന്നോദോസില് ഈ സത്യവിശ്വാസത്തെ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്ത അറിയൂസാണ്. അറിയൂസ് അന്ന് നിക്കിയ സുന്നോദോസിൽ പങ്കെടുത്ത നമ്മുടെ സഭയിലെ ഒരു പിതാവായ നിക്കോളാസ് എന്ന സഭാപിതാവ് അറിയൂസിന്റെ വേദവിപരീതത്തിൽ അരിശം കൊണ്ട് കൈനീട്ടി അറിയൂസിനിട്ട് ഒരെണ്ണം കൊടുത്തുന്ന മുഖത്തടിച്ചെന്നവൻ. ഇപ്പോഴത്തെ ചില ക്ലബ് ഹൗസ് ചർച്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ മുഖത്തടിക്കണം? നിക്കോളാസ് ഒരു ശുദ്ധനായിരുന്നു, വലിയ ധനികനായിരുന്നു.
ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു. ആളുകളെ അപമാനിക്കാൻ ഒട്ടും ഇഷ്ടമില്ല നിക്കോളാസ് എന്ന സഭാപിതാവിന്. കാരണം നമ്മൾ ഔദാര്യം പറ്റുന്ന എപ്പോഴും. ഇപ്പൊ പിന്നെ ചില ആൾക്ക് ഒരു നാണവും ഇല്ല, ഞങ്ങളെ സഹായിക്കാമോ, എനിക്ക് ഗതിയില്ല. കാരണം കോടികളായി കിട്ടുന്നു. എനിക്കൊരു ഗതിയില്ല, എന്നെ നിങ്ങൾ സഹായിക്കണം, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. ഇപ്പൊ പുതിയൊരു മോഡലാണ്, എന്റെ അയലക്കംകാരനാകപ്പാടെ പ്രശ്നം, അവനെ ഒന്ന് സഹായിക്കണം, നീ അതുകൊണ്ട് എന്റെ പേരിൽ അയക്കുക, ഞാൻ അവന് കൊടുക്കാം. ഭയങ്കര തട്ടിപ്പ്. അതുപോലെ ഒരു ബന്ധക്കോസിൽ ഒരുത്തനുണ്ട്, കൊല്ലത്തുള്ള ഒരു സഹോദരൻ. അദ്ദേഹത്തെ കഴിഞ്ഞ നിങ്ങൾക്കറിയാം, വലിയ വലിയ കേസുകളിലൊക്കെ പെട്ട് അല്ലേ, ഈ വ്യഭിചാര പ്രേരണയൊക്കെ നടത്തി പോലീസുകാരികളെ വരെ വശീകരിക്കാനൊക്കെ ശ്രമിച്ചു. ആ പുള്ളിയൊക്കെ ഇപ്പൊ വിമർശനമുണ്ട്. പുള്ളിയൊക്കെ എന്ത് ചെയ്യണം, നാട്ടുകാരുടെ പൈസ മേടിക്കും. എന്നിട്ട് ഇപ്പൊ എനിക്ക് വേറൊരാളെ കുറ്റം പറയാം. ഇതെല്ലാം ഒരേ ബിസിനസ്സാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതൊക്കെ ബിസിനസ്സാണ്. അപ്പൊ നമ്മുടെ നിക്കോളാസ് പിതാവ് അങ്ങനെയല്ല. സ്വന്തം പണം, പുള്ളിക്ക് പിതൃസ്വത്തായിട്ട് കിട്ടിയ വമ്പിച്ച സ്വത്തുക്കള് മുഴുവൻ വിറ്റെന്ത് ചെയ്യുക, പാവങ്ങളെ സഹായിക്കും. പാവങ്ങളെ സഹായിക്കുമ്പോൾ അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഔദാര്യം പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമല്ലേ, അവർക്കൊരു അതിനുവേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ സാമ്പത്തിക പ്രയാസമുള്ളവരുടെ വീടുകൾക്കകത്തേക്ക് നാണയങ്ങൾ ചെറിയ കിഴികളിലാക്കി അവരുടെ ഈ ചിമ്മിനിക്കകത്തോട്ട് എറിയും. പോക്കോളിലുണ്ടല്ലോ പുറത്തോട്ട് വെച്ചിരിക്കുന്നു, വിൻഡോയിലൂടെയും ചിമ്മിനിലൂടെയും അകത്തോട്ട് പൈസ ഇടും. അപ്പൊ ആ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം ഇത് നിക്കോളാസ് പിതാവാണ് കൊണ്ടിടുന്നത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് കൊണ്ട് പുള്ളി ഇങ്ങനെ പൈസ ഇട്ടു കൊടുക്കും, ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഇട്ടു കൊടുക്കും. അങ്ങനത്തെ നമ്മുടെ ഒരു തിരുമേനിയായിരുന്നു, ക്രിസ്ത്യൻ സഭയിലെ ഒരു പിതാവ്. അദ്ദേഹമാണ് ഈ ശുദ്ധനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും സഹിച്ചുകൊണ്ടിരിക്കുക. എത്ര നേരം ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പെന്തക്കോസ്തുകാരോട് നമ്മൾ ചോദിച്ചു ദൈവം ആരാണ്, അവർക്കറിയില്ല. ഈ ഡിസംബർ 31 വരെ ഗ്ലോറിയസ് ഗോസ്പൽ ചലഞ്ചാണ്. ഈ ഡിസംബർ 31 വരെ 20 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഓഫർ. പെന്തക്കോസ്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പെന്തക്കോസ്തുകാരുടെ ദൈവം ആരാണെന്ന് യുക്തിപരമായി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന ദൈവത്തെയാണ്, അതിന്റെ കാരണം ഇതാ നോക്കൂ, ഞങ്ങൾ ഇത് പറഞ്ഞാൽ സിമ്പിൾ കാര്യമുള്ളൂ. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കളിയാക്കാനല്ല, ഇത് ജനം മനസ്സിലാക്കാനാണ്. ഇത്ര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് പെന്തക്കോസ്തുകാർ. ഇപ്പോൾ അവര് ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുവാൻ വേണ്ടി മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. മുസ്ലിങ്ങളെ നിങ്ങൾക്ക് പിന്നെ ആക്രമിക്കാമല്ലോ, ഒരു 2 ദിവസത്തേക്ക് നിങ്ങളുടെ ദൈവം ആരാണെന്ന് പറയൂ, പിന്നെ നമുക്ക് മുസ്ലിങ്ങളെ ഞങ്ങളോട് കൂടെ ആക്രമിക്കും. അപ്പൊ പെന്തക്കോസ്തുകാർക്ക് സ്വന്തം ദൈവം ആരാണെന്ന് അറിയില്ല. അവർ വഞ്ചകന്മാരും ചതിയന്മാരും ഹെരറ്റിക്കുകളുമാണ്. ആ ആളുകള് അവരുടെ വഞ്ചന ജനം മനസ്സിലാക്കാതിരിക്കാൻ പുതിയ വിഷയമായിട്ട് ഇറങ്ങിയിരിക്കും. അപ്പൊ ഇതുപോലെ ഒരാളായിരുന്നു ഈ അറിയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ നമ്മുടെ ഈ ഫേസ്ബുക്കില് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ഞാൻ കലഹിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ്. ഒന്ന് കുരുവിള കൊലഞ്ഞിക്കൊമ്പൽ ശാമുവലും, മറ്റേത് സെബാസ്റ്റ്യൻ പുന്നക്കൽ. ഇപ്പൊ പുതുതായിട്ട് ചില കത്തോലിക്ക സൗഹൃദങ്ങളും കത്തോലിക്ക ബന്ധുത്വവും ഒക്കെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ വകയായിട്ട് ഈ കത്തോലിക്കയിലെ പുതിയ ചില കുരിപ്പുകള് ഈ സെബാസ്റ്റ്യന് വേണ്ടി ആളറിയാതെ എന്നോട് വന്ന് മുട്ടുന്നൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന, സെബാസ്റ്റ്യൻ എന്നെയാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ചരിത്രങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് സെബാസ്റ്റ്യനെയും കുരുവിളയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. കുരുവിള കൊളഞ്ഞിക്കൊമ്പൽ ശാമുവൽ, ഇന്നത്തെ സെബാസ്റ്റ്യനെ സൃഷ്ടിച്ചെടുത്തത് കുരുവിള കൊളഞ്ഞിക്കൊമ്പൽ ശാമുവലാണ്. അതിന്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പോ ഈ പരിശുദ്ധ തൃത്വ വിശ്വാസം, അതായത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ തൃത്വ വിശ്വാസം, ഇതാണ് അത്തനേഷ്യസ് ബാവ നിക്കാ സുന്നോദോസിൽ അവതരിപ്പിക്കുന്നത്. ആ നിക്കാ സുന്നോദോസിലെ വിശ്വാസമായിട്ട്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ആ സത്യദൈവ വിശ്വാസത്തിൽ നിന്ന് പിതാവിനെ മാത്രം പിടിക്കുകയാണ്, പുത്രനെ തിരസ്കരിക്കുകയാണ്.
അത് ഇടതുപക്ഷ തൃത്വ നിഷേധമാണ്, ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി. അതാണ് ഈ പറഞ്ഞ യാഹിസ്റ്റുകള്, യഹോവ സാക്ഷികള്, അതുപോലെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഓൺലൈനിൽ കുരുവിള കുളഞ്ഞു കൊമ്പലൊക്കെ ചെയ്യുന്നത് ലെഫ്റ്റ് വിങ് ഡിനയലാണ്. ദേ ഡിനൈ ദ സൺ. അപ്പൊ തന്നെ റൈറ്റ് വിങ് ഡിനയൽ ഉണ്ട്. ദേ ഡിനൈ ഫാദർ. അവർ സണ്ണാണ്, പുത്രൻ, യേശുവാണത്. ഇതാണ് പെന്റക്കോസ്റ്റൽസ് ബിലീവ്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുക, യേശു ക്രിസ്തുവാണ് ദൈവം എന്ന് പറയാം. അവർക്ക് പിതാവില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഇപ്പൊ ഓൺലൈനിൽ കത്തോലിക്കര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി അവൻ ക്രിസ്ത്യാനിയാവും. നോ നോ നോ. ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ പിതാവും പുത്രനുമുണ്ട്. യേശു ക്രിസ്തുവിൽ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ അവൻ ക്രിസ്ത്യാനിയല്ല. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. എങ്ങനെയെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ മതിയോ? വല്ലാതെ ബുദ്ധിമുട്ടാണ്. കത്തോലിക്ക അത്തരത്തിലുള്ള എല്ലാ കത്തോലിക്കരല്ല കേട്ടോ, നല്ല അന്തസ്സുള്ള കത്തോലിക്കരുണ്ട്. ഞാൻ പറഞ്ഞില്ല 3 താഴെയുള്ള കത്തോലിക്കരുണ്ട്. അങ്ങനെ 3 താഴെയുള്ള കത്തോലിക്കരുണ്ട്. തന്തയ്ക്ക് പറഞ്ഞവര്, തറവാട്ടിൽ ജനിച്ചവര്, തണ്ടല്ലുള്ളവര്, അങ്ങനെയുണ്ട് കത്തോലിക്കൽ. അത് 3 ഇല്ലാത്ത കുറെ കത്തോലിക്കരുണ്ട്. സെബാസ്റ്റിന് വെള്ളം കോരാനും വിറക് വെട്ടാനും നടക്കുന്നത്. അത്തരത്തിലുള്ള കത്തോലിക്കർക്കും വരാൻ ദൈവം ആരാൻ തെളിയിക്കാൻ പെന്റക്കോസ്തുകാരുടെ ദൈവം 20 ലക്ഷം രൂപ ഡിസംബർ 31 വരെ ഓഫറുണ്ട്. അപ്പൊ ഈ സത്യവിശ്വാസത്തിനെതിരെ, ഈ തൃത്വവിശ്വാസത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന അറിയൂസിനെ മുഖത്തോറ്റി അടി കൊടുത്തു ഈ നിക്കോളാസ്, നമ്മുടെ സഭാപിതാവ്. അദ്ദേഹം തന്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ അനുസ്മരിച്ച്, അദ്ദേഹത്തിന് ചെയ്ത ഈ കാര്യത്തെ അനുസ്മരിച്ചാണ് ഈ സെയിന്റ് നിക്കോളാസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് സാന്താ ക്ലോസ് എന്ന പേരിൽ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ. ഇതൊരു കോമാളി കഥാപാത്രമായിട്ടൊക്കെ ആളുകൾ അവതരിപ്പിക്കും. സാന്താ ക്ലോസ്. സാന്ത എന്ന് പറഞ്ഞാൽ സെയിന്റ് എന്നാണ്. സാന്താ മരിയ, സാന്താ മോണിക്ക, അത് സ്പാനിഷ് ഭാഷയിൽ സാന്ത എന്ന് പറയുന്നത്. സാന്താ ക്ലോസ് നമ്മുടെ ഒരു സഭാപിതാവാണ്. അതുകൊണ്ട് ഇനി ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നമ്മുടെ ഒരു തിരുമേനിയാണ് ആ ഇമേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നിക്കാ സുന്നോദസിൽ പങ്കെടുത്ത ഒരു പരിശുദ്ധ പിതാവിനെയാണ് അനുസ്മരിക്കുന്നത്. ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഹൃദയശുദ്ധി കൊണ്ടല്ല ഇത്രത്തോളം കോമമറേറ്റ് ചെയ്യപ്പെടും, ഇല്ലേ? ചൈനയിൽ പോലും അദ്ദേഹത്തിന്റെ ഇമേജുകൾ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ചൈനയിലെ ഒരു മാളില് സാന്താക്ലോസ് നിൽക്കുന്നു. കാരണം കർത്താവിന് വേണ്ടി ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു തൈലം പൊട്ടിച്ച് ഇങ്ങനെ കർത്താവിന്റെ കാലെ പൂശിയപ്പോ യേശു പറഞ്ഞ്, സുവിശേഷം പ്രസംഗിക്കുന്ന കാലത്തോളം ലോകത്തിലെങ്ങും ഇവൾ ചെയ്ത് അനുസ്മരിക്കപ്പെടും. കണ്ടോ, ഇപ്പൊ ഈ സമയത്ത് ഞാൻ പറയുന്നില്ലേ അത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ഉടഞ്ഞ തൈലക്കുപ്പിയായിട്ട് മാറിയാൽ അനുസ്മരിക്കപ്പെടും. സുഗന്ധമായി തീരും, അല്ല ദുർഗന്ധമാകരുത് കേട്ടോ. ചിലരൊക്കെ പറയുമ്പോൾ വലിയ ദുർഗന്ധമാണ്. ഈ ഉണ്ടല്ലോ ഇവർ ഈ വിദ്വേഷം പ്രസംഗിക്കുന്നവർ, കക്കൂസിന്റെ സ്ലാവ് പൊട്ടിയ പോലത്തെ ഒരു അനുഭവം. അങ്ങനെയല്ല, നമ്മൾ സുഗന്ധം ഭരണി പൊട്ടിയ പോലത്തെ ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവരുടെ ഫീലിംഗ് ഹർട്ടാകാതെ രാത്രിയിൽ അവർ പോലും അറിയാതെ അവരുടെ വീട്ടിലേക്ക് ഇട്ടു കൊടുക്കുക. കാരണം അവരുടെ അഭിമാനത്തെ ചോദിക്കും. ഇതിപ്പോ അങ്ങനെയാ, ഇന്ന ആൾക്ക് പ്രശ്നമുണ്ട്, അവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് വീഡിയോ എടുത്തും പണം ഉണ്ടാക്കി അതിൽ നിന്ന് 20% അവർ കൊടുക്കും, 80% ഇങ്ങനെടുക്കും. ഇങ്ങനെയുള്ള ചാരിറ്റി കങ്കാണിമാരുണ്ട്. അതിനകത്തൊക്കെ പെട്ടുപോകുന്ന ഒരുപാട് ആളുണ്ട്. അവരൊക്കെ കൊടുത്ത എന്തോ ദൈവാനുഗ്രഹമാണെന്ന് വിചാരിക്കും. പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവം തമ്പുരാൻ മനുഷ്യനായി തീർന്നു. ഇൻകാർണേഷൻ. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇരുളുകൾ, നമ്മുടെ ബലഹീനതകൾ എല്ലാം ഷെയർ ചെയ്യുവാൻ, നമ്മുടെ കുറവുകൾ ഷെയർ ചെയ്യുവാൻ, നമ്മുടെ കുറവുകളിലേക്ക് അവൻ ഇറങ്ങി വന്നു. എന്തിനാ? അവന്റെ നിറവിൽ നമ്മെ പങ്കാളികളാക്കുവാൻ. അവന്റെ നിറവിലേക്ക് നമ്മളെ പങ്കാളികളാക്കുവാൻ. അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഏദൻ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ബെത്ലഹേമേ ഉണരുക, ഏദൻ തുറക്കപ്പെട്ടിരിക്കുന്നു. ഒമ്പതു മാസം മാറിയാമേന്തി
ജനകേശൻ തൻ വലമായി വാഴ്വോനെ, തേരിലമർന്നോൻ വാണുദരത്തിൽ തേജോധാരി, പാഴ്ത്തുണികൾ ചുറ്റി നാരനായി ദൈവം സുതസഞ്ചയമൊത്താദമിനെ സംരക്ഷിപ്പാനാശ്ചര്യം ബാറക്കുമോ. ഏന്തി മറിയാം സർവം ഭരണി ഉദ്ഘോഷിച്ചാൾ, സ്ഫുടമവനോടേവം ഉന്നതസൂനോ നാരവംശത്തെ സംരക്ഷിപ്പാൻ ഹിതമൊടു താണെത്തി. മെയ്യാർന്നോനെ നിഖിലാദീശാത്മജനെ, നിന്മാതാവാകും ഞാൻ ധന്യ.